ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പ്രചരണം. ഒരു പദ്ധതി നടത്തിപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട്. DPR, ആർക്കിടെക്ചറൽ ഡിസൈൻ, പാരിസ്ഥിതികാനുമതി, ഗ്ലോബൽ ടെൻഡർ, പദ്ധതി കരാർ അടക്കമാണ് അവ. എല്ലാം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ വെബ്സൈറ്റിൽ എല്ലാ രേഖകളും. പാരിസ്ഥിതികാനുമതിക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചത്, പാരിസ്ഥിതികാനുമതി വാങ്ങിയെടുത്തത്, കൺസൾട്ടൻസിയെ നിയോഗിച്ചത്, ആർക്കിടെക്ചറൽ ഡിസൈൻ തയ്യാറാക്കിയത്, ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത്, ആ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്ത കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണോദ്ഘാടനവും നിർമ്മാണവും നടത്തിയത് UDF സർക്കാരായിരുന്നു. അവിടെ ഭൂമി ഏറ്റെടുത്തത് UDF സർക്കാരായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാര പാക്കേജ് 475 കോടി രൂപ അനുവദിച്ച് നടപ്പാക്കിയത് നമ്മുടെ സർക്കാരായിരുന്നു. 2015 ഒപ്പുവെച്ച ആ കരാർ പ്രകാരം 2015 ഡിസംബർ 5 നിർമ്മാണം ആരംഭിക്കുകയും 2019 ഡിസംബർ 3 അത് പൂർത്തീകരിക്കുകയും ചെയ്യണമായിരുന്നു. ഇല്ലെങ്കിൽ പ്രതിദിനം 12 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ വ്യവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ 6 വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത്. സ്വാഭാവികമായും ആ സർക്കാരിന്റെ തുടർച്ചയായി വന്ന LDF സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പൂർത്തിയാകുന്നത് എന്ന് മാത്രം. UDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്വാഭാവികമായി പൂർത്തിയായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പിന്നെ ഈ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകും.